എന്ത് നേടി എന്നതല്ല കമ്മ്യൂണിസ്റ്റുകാരൻ ആലോചിക്കുന്നത്, എന്ത് നഷ്ടപ്പെടുത്തിയെന്ന്. ഞാൻ എന്ത് നേടി എന്നതിനെ കുറിച്ച് ആനന്ദിക്കുന്നതിന് പകരം ഞാൻ നഷ്ടപ്പെടുത്തിയതിൽ ആനന്ദിക്കുന്നവനാണ് കമ്മ്യൂണിസ്റ്റ്. ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് ആകാൻ ലഭിക്കാവുന്നത് പോലും ചോദിക്കാതെ ഞാൻ എന്തെല്ലാം നഷ്ടപ്പെടുത്തിയെന്ന് ആലോചിക്കുകയും അതിന്റെ ഭാഗമായി ഒരു മന്ദസ്മിതം ഉണ്ടാവുകയും ചെയ്യുന്നതിന്റെ പേര് മാർക്സിസ്റ്റ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ പാർട്ടിയുടെ ഒപ്പം അളക്കാൻ ആരും നിൽക്കരുത്. അളന്നാൽ അളക്കാൻ പറ്റില്ല നിങ്ങളുടെ നാഴി കൊണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അളക്കാൻ നിങ്ങളുടെ കയ്യിൽ നാഴിയും ഇടങ്ങളിലും ഇല്ല, പറയുമില്ല. ഈ നാഴിയിലും ഇടങ്ങളിലും കൊള്ളുന്നവരുമല്ല. ഞങ്ങൾ പ്രിയപ്പെട്ടവരെ എല്ലാ നന്മകളുടെ പൂങ്കാവനങ്ങളിലൂടെ നടക്കുന്നവരുമല്ല. തിന്മകളുടെ ഘോരമായ കാടുകളിൽ ഞങ്ങൾ വസിക്കുന്നുമില്ല. ഞങ്ങൾ നടക്കും. തെറ്റുകൾ പറ്റുമ്പോൾ തിരുത്തി ഞങ്ങൾ വീണ്ടും പോകും. CPM-നെ തകർക്കാൻ നടത്തുന്ന ഈ ഗൂഢശ്രമത്തിൽ, നിഗൂഢമായ ശ്രമത്തിൽ ഞാൻ ക്രിസ്ത്യൻ മൈനോറിറ്റിയോട് പറയുന്നു, ഞാൻ മുസ്ലിം മൈനോറിറ്റിയോട് പറയുന്നു, ഞാൻ ഹിന്ദു സമൂഹത്തിലെ ഉൽപ്പതിഷ്ഠകളോട് പറയുന്നു, സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ വലുപ്പം മനസ്സിലായത്. സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോഴാണ്. ബംഗാളിൽ തകർന്നില്ലെങ്കിൽ ഒറ്റ ബംഗാളിയും കേരളത്തിൽ പണിയെടുക്കാൻ വരില്ല. 34 കൊല്ലം ഒറ്റ ബംഗാളിയും കേരളത്തിൽ വന്നില്ല. അവനവിടെ സമൃദ്ധി ഉണ്ടായതുകൊണ്ടാണ്. അവന് കേരളം അറിയാത്തത് കൊണ്ടല്ല, കേരളത്തിലേക്ക് ട്രെയിൻ അറിയാത്തത് കൊണ്ടല്ല. അവിടെ ജീവിക്കാൻ പറ്റുമായിരുന്നു. അവൻ അവിടെ നിന്ന് പോകുന്നത് അവിടുത്തെ തകർച്ചയുന്നാണ്. അതുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഘടകമാണ്.